ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കൂർക്ക കൃഷി ചെയ്തിട്ടുള്ളവരും കൃഷി ചെയ്യുന്നവരും വിളവെടുത്തിട്ടുള്ളവരും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ കൂർക്ക നട്ടുപിടിപ്പിക്കുമ്പോൾ നല്ല വിളവ് കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ കാണുന്നതാണ് എനിക്കിപ്പോൾ ടെറസിലുള്ള ഒരു പടൽ കൂർക്കയെ. അപ്പോൾ നമ്മളിതേ കൂർക്ക കണ്ടോ, വിളവ് കിട്ടാനായിട്ട് കൂർക്ക നടുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ കൂർക്ക തണ്ടുകൾ വേണം കേട്ടോ. ഇങ്ങനെയുള്ള കൂർക്ക തണ്ടുകളാണ് നമ്മൾ നടുന്നത്. അപ്പോൾ ഞാൻ ഈ കൂർക്ക തണ്ടുകൾ നട്ടിരിക്കുന്നത് നല്ലതുപോലെ വളം ചേർത്ത നമ്മുടെ പോട്ടിംഗ് മിക്സിനകത്താണേ. അതിപ്പോൾ ഇവരുടെ വളർച്ച കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അപ്പം അധികം കൂർക്ക തലപ്പുകളും കണ്ടോ ഇതുപോലെ പാത്രത്തിനകത്തുനിന്ന് പുറത്തോട്ട് കിടക്കുവാണേ. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള കൂർക്ക നമുക്ക് കിട്ടത്തില്ല. നമ്മളിത് ഈ ഓരോ കൂർക്ക തലപ്പുകളും എടുത്തു നോക്കുവാണെങ്കിൽ അറിയാം. കണ്ടോ, ഇതിൻ്റെ താഴേക്ക് ഇതുപോലുള്ള വേരുകളുണ്ട്. ഈ വേരുകളാണ് വളർന്ന് കൂർക്കകളായിട്ട് മാറുന്നത്. അപ്പോൾ അത് ഈ പുറത്തോട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കൂർക്ക കിട്ടുന്നതിൻ്റെ അളവ് കുറയും. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഈ കൂർക്ക തലപ്പുകളെ എടുത്ത് ഇതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ തിരികെ വെക്കും. സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം മണ്ണിനകത്ത് നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ ആ കൂർക്ക തലപ്പുകളെ അവിടെ തന്നെ ഇട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കൂർക്ക ചൂട്ടിലോട്ട് ചേർത്ത് വെച്ചാൽ മതിയേ. അപ്പം ഞാൻ ഇതേപോലെ കണ്ടേ താഴേക്കെല്ലാം തൂങ്ങിക്കിടക്കുക കൂർക്കത്തലപ്പുകൾ. അപ്പം ഞാൻ ഇവിടെ വരെയുള്ളത് കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിക്കേ, കണ്ടോ കൂർക്കയുടെ വേരുകൾ കണ്ടോ. ഈ വേരുകളാണ് നമുക്ക് കൂർക്കകളായിട്ട് മാറിക്കിട്ടേണ്ടത്. അപ്പോൾ ഇനി ഇതിന് ചെയ്യുന്നത് എന്നതാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചകിരിച്ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത്, ഇത് നമ്മൾ സമയം കിട്ടുമ്പോൾ മണ്ണിങ്ങനെ പോട്ടിംഗ് മിക്സ് ആക്കി നിറച്ച് പാത്രങ്ങൾക്കകത്ത് വെക്കുന്നതാണ്. ആവശ്യാനുസരണം നമ്മൾ നമ്മുടെ ഉപയോഗത്തിന് എടുക്കും, അല്ലെങ്കിൽ വേറെ ചെടികൾ കുഴിച്ചു വെക്കാനുണ്ടെങ്കിൽ അതിലേക്ക് വെക്കും. അപ്പം ഞാൻ അത് ഇതിനകത്തേക്ക് മറിച്ചിടുവാണേ. ഈ ചകിരിച്ചോറ് എടുത്തു വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ മണ്ണും കൂടെ, ഈ മണ്ണിനിപ്പം മഴ നനഞ്ഞിരിക്കുമായിരുന്നില്ലേ, പഴയ കാലം പോലെ അല്ല മഴയുടെ പെയ്ത്തൊന്നും. ഇഷ്ടമുള്ളപ്പോൾ അങ്ങ് പെയ്യും. ഓരോ ചക്രവാതവും അതുപോലെ കണ്ടോ മണ്ണര കണ്ടോ. ഇത് നല്ലപോലെ ചാണകപ്പൊടിയും മണ്ണും ഉമിയും ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സ് ആണേ. ഇതിങ്ങനെ നനവ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ചകിരിച്ചോറ് ഇട്ടത്. ചകിരിച്ചോറ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിനിപ്പോൾ കണ്ടമാനം നനവാണ്. അപ്പം അതിൻ്റെ ആ നനവ് കുറച്ച് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇത് നമ്മുടെ കൂട്ടുവളമാണേ. അപ്പോൾ കുറച്ച് കൂട്ടുവളം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഒരു കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. ഇത്രയും മണ്ണുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ കുറച്ച് കൂട്ടുവളം കൂടെ ഇട്ടിട്ട് നമ്മളിതിനെ നല്ലപോലെ ഇളക്കി ചേർക്കണം. ഒരു വളവും ചെടിയുടെ ചുവട്ടിലോട്ടും ചെടിയുടെ വേരയിലോട്ടും നേരിട്ട് മുട്ടിക്കഴിഞ്ഞാൽ അത് ചെടികൾക്ക് ചിലപ്പം ചീക്കലും ഒക്കെ ഉണ്ടാക്കും. വേര് ചീയലും അഴുകിപ്പോകലും ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് ചേർത്തു. ഇനി ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഈ ചെടിയെ നമ്മൾ വളച്ച് വെച്ചില്ലേ, ആ വേരുകളുടെ മുകളിലോട്ട് ഇതിട്ട് കൊടുക്കണം. ഇതിപ്പം നമ്മളൊരു 1-2 തവണ ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കണേ. കൂർക്ക നേരിട്ട് നട്ടാൽ അതിൽ നിന്ന് നമുക്ക് കൂർക്ക വിളവെടുക്കാൻ സാധിക്കില്ല. കൂർക്ക തലപ്പുകൾ നട്ടാലാണ് നമുക്ക് നല്ലതുപോലെ കൂർക്ക കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് മുഴുവൻ ഭാഗത്തും വെച്ച് കൊടുക്കണം. അതുപോലെ നമ്മൾ ഈ നടുക്ക് ഭാഗമൊക്കെ ഇല്ലേ, അവിടേക്കുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ആ മണ്ണ് താഴുമ്പം അവരാ വേരിനെ മണ്ണിലേക്ക് ചേർത്ത് വെക്കും. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കൂർക്ക കിട്ടും. ഇതേപോലെ ഞാൻ ചെയ്ത് കൂർക്ക വിളവെടുക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഈ പാത്രത്തിനകത്ത് നിൽക്കുന്നത് കടലയാണേ. കടല കണ്ടോ, ഇതുപോലെ പൂ വരുന്ന കണ്ടോ. ഇങ്ങനെ കടലകൾക്ക് പൂ വരുമ്പോഴും നമ്മൾ ഇതേപോലെ ചെയ്യണം. ഇത് കണ്ടോ, ഒരു തലപ്പ് നീണ്ടു വന്നിരിക്കുന്നത്. ഇതുപോലെ നിൽക്കുന്ന ഭാഗം കണ്ടോ, ഈ ഭാഗമാണ് കടലയായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിനെയും നമ്മൾ ഇതുപോലെ മണ്ണിലേക്ക് ചെരിച്ച് വെച്ചിട്ട്, അതിനെ നമ്മൾ മണ്ണിലേക്ക് ചേർക്കാൻ വേണ്ടി അങ്ങോട്ട് ചേർത്തുകൊണ്ട് പോയിട്ട് ആ നീണ്ടു നിൽക്കുന്ന ഭാഗത്തിനെ കുത്തി ഒടിപ്പിക്കാൻ നിൽക്കേണ്ട കേട്ടോ. അങ്ങനെ അങ്ങോട്ട് താത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടും ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ മണ്ണ് മൂടിക്കിടന്നിട്ട് നമുക്ക് നല്ല പോലെ കടല കിട്ടും. അപ്പോൾ കടലയായാലും കൂർക്കയായാലും നല്ല വിളവ് കിട്ടണമെങ്കിൽ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് തണ്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണിനെ കൂട്ടിക്കൊടുക്കണം. ഇപ്പം നമുക്ക് ഈ പൂക്കൾ വരുന്ന അവസരം ഉണ്ടല്ലോ കടലയ്ക്ക്, ഇതുണ്ടോ, ഇതേപോലെ പൂക്കൾ വരുന്ന അവസരത്തിലാണ് നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടത്. അങ്ങനെ മണ്ണിട്ട് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനെ കുറയ്ക്കണം. അല്ലെങ്കിൽ ഈ കടല ഉണ്ടാകുന്നത് മുഴുവനും അങ്ങ് ചീഞ്ഞു പോവും, അല്ലെങ്കിൽ കിളുക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യത ഉണ്ടാകും. നമുക്ക് വിളവ് കുറഞ്ഞു പോവും. കണ്ടോ, അപ്പോൾ ഇതേപോലെ നമുക്ക് മുഴുവൻ ഭാഗത്തും
ചെയ്തു കൊടുക്കും. കടലയുടെ തലയാണെങ്കിലും കൂർക്കയുടെ തലയാണെങ്കിലും താന്നു പോയി എന്നൊന്നോർത്ത് നമ്മൾ വിഷമിക്കേണ്ട. അവർ വീണ്ടും അതേപോലെ തന്നെ കയറി വന്നോളും. അങ്ങനെ മണ്ണിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിളവ് ഇവർ തരത്തുള്ളൂ. നമുക്കറിയാം ഒരു ശീതകാല വിളയാണ് സ്ട്രോബെറി എന്ന് പറയുന്നത്. അപ്പോൾ ദേ ഇവിടെ കണ്ടോ, സ്ട്രോബെറി ഞാൻ ഈ ഹാങ്ങിങ് പോട്ടിനകത്ത് വെച്ചപ്പം അതിൽ നിന്ന് ഇത് കണ്ടോ റണ്ണർ വന്നിരിക്കുന്ന കണ്ടോ. ഇങ്ങനെയുള്ള റണ്ണറുകളെ ഞാൻ വളർത്താൻ അനുവദിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നല്ലോണം കായ്ഫലം കിട്ടണമെങ്കിൽ. പക്ഷേ നമുക്ക് തൈകളുടെ എണ്ണം കൂട്ടണമെങ്കിൽ ഇവരുണ്ടായാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇതിനെ നമ്മളിപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് മുറിച്ചെടുക്കുവാന്ന് വിചാരിച്ചു. അങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം കൊണ്ട് നട്ടുപിടിപ്പിക്കുന്നിടത്ത് ചിലപ്പോഴാണേലും കിളുത്ത് കിട്ടത്തുള്ളൂ. കൂടുതൽ ചാൻസും അത് നഷ്ടപ്പെട്ടു പോകാനാണ്. അപ്പോൾ ഇവരെ ഒന്നുപോലും നഷ്ടപ്പെടാതെ പുതിയ തൈകളാക്കി മാറ്റാനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദേ ഈ പാത്രത്തിനകത്ത് എടുത്തിരിക്കുന്നത് ചകിരിച്ചോറാണേ. അപ്പം ഞാൻ ഈ ചകിരിച്ചോറൊന്ന് നനച്ചെടുക്കുക. വെറുതെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചേച്ച് നനച്ചാൽ മതി. അപ്പോൾ ആ വെള്ളം ഇറങ്ങി പോകുമ്പോഴത്തേക്കിന് അവർക്ക് നല്ല നനവാകും. കണ്ടോ, ഇതേപോലെ നല്ലവണ്ണം നമ്മൾ നനച്ചെടുത്തു. ഇനി ഈ നനച്ചെടുത്തതിനകത്തോട്ട് ഈ തൈകളെ നമുക്ക് പിടിച്ചു വെക്കണേ. അപ്പോൾ നമ്മൾ ഈ മുകളിലായിരിക്കുമ്പോൾ നമുക്ക് ചൊവ്വയെ കാണാൻ മേലാത്തതുകൊണ്ട് ഞാൻ ഈ തൈ എടുത്ത് താഴെ വെക്കാം. കണ്ടോ, ഇങ്ങനെ എടുത്ത് നമ്മൾ താഴെ വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും ഈ പാത്രത്തിനെ ഒന്ന് ഉറപ്പിച്ച് വെക്കണം. കണ്ടോ, ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ട് 2 3 4 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര തൈകളെ ഈ ചകിരിച്ചോറിനകത്തേക്ക് ചേർത്ത് വെക്കുക. നമുക്കിപ്പോൾ എത്ര തൈകളാണ്, അപ്പം ഒരു പുതിയ ചട്ടിക്കകത്തേക്ക് നട്ടുപിടിപ്പിക്കാൻ എപ്പോഴും 2 3 തൈകളുള്ളത് നല്ലതാണേ. അങ്ങനെ ഇവിടെ 2 3 എണ്ണം ഇതുപോലത്തെ വേരുകളുള്ളതുണ്ട്. ആ വേരുകളുള്ളതിനെയൊക്കെ കൂടെ ഞാൻ ഇവിടേക്ക് പിടിച്ചു വെച്ചു. ഇനി ഇത് പൊങ്ങിപ്പോകാതിരിക്കാനായിട്ടൊരു കമ്പോ അല്ലെങ്കിൽ ഒരു ചെറിയ കല്ലിൻ്റെ കഷ്ണം എടുത്ത് ഇതിൻ്റെ മേളിലോട്ട് വെച്ചാലും കുഴപ്പമില്ല, അവരവിടെ ചേർന്നിരുന്നോളും. കല്ല് വെച്ചതുകൊണ്ട് ഇത് അഴുകി പോകത്തൊന്നുമില്ല. ഞാൻ വെച്ച് കാണിക്കാവേ. ഇതുപോലൊരു ചെറിയ കല്ല് കണ്ടോ, ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊരു കുറച്ചും കൂടെ വെള്ളം തളിച്ചോണേ. അപ്പം ആ വെള്ളത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അവരവിടെ അതിനകത്തേക്ക് വേര് പിടിക്കും. അതുപോലെ ഞാൻ ഒരെണ്ണത്തിനകത്തൂടെ ചെയ്യുവാണേ, കാരണം എനിക്കൊരു 2 ചോടും കൂടെ നട്ടുപിടിപ്പിക്കാനുണ്ട്. ഇപ്പോൾ ഈ സമയത്താണ് നമ്മൾ സ്ട്രോബെറി ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് തൈകളാക്കി എടുക്കേണ്ടത്. കാരണം ആ മഞ്ഞ് വരുന്ന സമയമുണ്ടല്ലോ, ഈ കോട്ടയം പോലെയൊക്കെയുള്ള പ്രദേശത്തെന്ന് പറഞ്ഞാൽ മഞ്ഞും തണുപ്പും കിട്ടുന്നതെന്ന് പറയുന്നത് ആ നവംബർ പോലെയൊക്കെയുള്ള ഒരു സമയത്താണ്. കഴിഞ്ഞ വർഷമാണെങ്കിൽ അത് സാധാരണയിലും കുറവായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥ ഇങ്ങനെയൊക്കെ മാറുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഉള്ള സാഹചര്യങ്ങൾ ഉപയോഗിച്ച് നമ്മളങ്ങ് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള മൊത്തം തൈകളെയും ഞാൻ ഇതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ടെ പറ്റുന്നത്ര എണ്ണം കിളുത്ത് വരട്ടെ. എന്നിട്ട് ഇതിനെ നമുക്ക് ഒന്നും അറിയാത്ത പോലെ അവിടേക്ക് തന്നെ അങ്ങ് തൂക്കിയിടാം. നമ്മളിപ്പം വേര് മുറിക്കാത്ത കാരണം എത്ര ചൂട് കാലാവസ്ഥയിലിരുന്നാലും എത്ര ചൂടുള്ള സമയത്തായാലും ഇവർ തൈകൾ കിളുത്ത് വരുവേ. ഇടയ്ക്കൊക്കെ ഒന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. ചകിരിച്ചോറായതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൻ്റെ നനവ് അതിനകത്ത് നിലനിൽക്കുകയും ചെയ്യും. ഇനി ഇത് തൈകളായി വരുമ്പോൾ ഞാൻ മാറ്റി നടുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചെറിയൊരു വിളവെടുപ്പും കൂടെ നടത്താവേ. ഇവിടെ പല സാധനങ്ങളുണ്ട്. അപ്പം വരയൻ പീച്ചിലുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് സുഷമ മാഡം ചോദിച്ചിട്ടുണ്ടായിരുന്നു വരയൻ പീച്ചിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ അത് പറഞ്ഞിട്ടുമുണ്ടേ. അപ്പം പയർ കിടക്കുന്നുണ്ടോ, നല്ല നീളമുള്ള പയർ തന്നെയാണ് നമുക്കിവിടെ ഉണ്ടായി കിട്ടുന്നത്. നോക്കിക്കോണേ, കുറേ അധികം പയറുകൾ കിടപ്പുണ്ട്. ആ പയറുകൾ ഓരോന്നും നമുക്കിതുപോലെ വിളവെടുക്കാം. അങ്ങനെ ഞാൻ വിളവെടുത്തിട്ട് കാണിക്കാവേ. നമ്മുടെ ബീൻസ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ആയിട്ടുള്ളൂ, പക്ഷെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സമയം എന്ന് പറഞ്ഞത് ഇവിടെയൊക്കെ ഉണ്ട് കണ്ടോ. വിളവെടുക്കാറൊന്നും ആയിട്ടില്ല, അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഒരു കറിക്കുള്ളതാകുമ്പോൾ നമുക്ക് വിളവെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമുക്കിത് ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ കുറച്ച് പീച്ചിലാണ് ഉള്ളത്. അപ്പോൾ ഞാനിത് പാത്രത്തിനകത്തോട്ട് വെച്ചിട്ട് എടുക്കാം. അപ്പം പീച്ചിൽ കിടക്കുന്നതിനെയൊക്കെ കൂടെ നമുക്കങ്ങ് പറിച്ചെടുത്തേക്കാം. ഓണം ആകുമ്പോഴത്തേക്കിനും നമുക്ക് വീണ്ടും ഉണ്ടായി കിട്ടും. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഉണ്ട്, കിട്ടി. പിന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ട് കണ്ടോ. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എല്ലാ മാസവും നട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ആവശ്യത്തിന്, അല്ലെങ്കിൽ ചിലപ്പം വല്ലപ്പോഴും ഒന്നൊരു സാധനം പുറത്തുനിന്ന് മേടിക്കേണ്ടി വരുവുള്ളൂ, നമുക്ക് അത്യാവശ്യത്തിന് കൊതിക്കാതെ ഒന്നും ആഹാരം ഉണ്ടാക്കി കഴിക്കാനുള്ള അത്ര സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെണ്ടയ്ക്കയുണ്ട്. ഈ വെണ്ടയുടെ കഥയൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ വെണ്ടയ്ക്ക അങ്ങ് വിളവെടുക്കുക. അങ്ങേ സൈഡിലോട്ടും ഉണ്ട്. ഇനിയിപ്പോൾ ഇത് വീണ്ടും നമ്മുടെ വലയുടെ മുകളിലോട്ട് ചെന്ന് മുട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ മുറിച്ച് കളയണം. അപ്പോൾ വീണ്ടും വേറെ ശിഖരങ്ങൾ വന്നിട്ട് ഉണ്ടായിക്കോളും.
അപ്പോൾ ദേ ഇവിടെ അതുപോലെ 2-3 ഉണ്ടേ. ഈ മഴയായ കാരണം നമുക്കൊരു കീടനാശിനിൻ്റെ സാധനം ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇപ്പം ബിവേറിയയാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ അടിച്ചേച്ച് അങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ മഴ വന്നിട്ട് അതിനെല്ലാം കലക്കി അങ്ങ് കളയും. കാരണം നമുക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം വിളവൊക്കെ ഇപ്പം കിട്ടുന്നുണ്ട്. ഈ ആനക്കൊമ്പൻ വേണ്ട ഇവിടെ വെച്ച കാരണം നമുക്ക് ഒരു 4 എണ്ണം കിട്ടിയാലും തോരൻ വെക്കാം. അപ്പോൾ നമുക്ക് വിളവെടുത്തതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇടാം. കണ്ടോ? ഇനി നമുക്ക് ബാക്കി എടുത്തിട്ട് വരാം. ഇത് നമ്മുടെ വെള്ള കത്രിക്കയാണേ. കണ്ടോ? ഉരുണ്ട കത്രിക്കയാണ്. അപ്പോൾ ഇത് ഇവിടെ ഒരെണ്ണം ചെറുത് കിടപ്പുണ്ട്, അതവിടെ കിടന്നോട്ടെ. ഇത് അവിടെ ഇവിടെയൊക്കെയാണ്. നമ്മളിത് വിളവാകുമ്പം പറിച്ചെടുത്തില്ലെങ്കിൽ വീണ്ടും ഇതിലുണ്ടാകുന്നത് കുറഞ്ഞു പോകും കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ 1, 2, 3 ഒക്കെ ഉണ്ട്. എല്ലാം പറിച്ചെടുക്കുവാണ്. എങ്കിലേ നമുക്ക് ഓണത്തിന് സാമ്പാർ വെക്കാനുള്ള നല്ല പുതിയതായിട്ടുള്ള ഇത് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. ഇനി നമുക്ക് കുറച്ച് തക്കാളി പറിക്കാം. ഈ തക്കാളിയിൽ ഒരു 2-3 തക്കാളിക്ക് നമുക്ക് വിളവെടുക്കാനുണ്ട്. രണ്ട് അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഇത് കണ്ടോ? 2, 3. ഇതിപ്പം നമ്മുടെ ആവശ്യത്തിന് ഇത്രയും തക്കാളിയൊക്കെ കിട്ടിയാൽ മതി ഒരാഴ്ചത്തേക്കിന്. പിന്നെ ദേ ഇവിടെ ഒരു സാലഡ് കുക്കുംബറുണ്ട്. ഇതങ്ങ് വിളവെടുക്കുക. കണ്ടോ? ഇത് സ്നോ വൈറ്റ് വെറൈറ്റിയാണ്. ഞാൻ സാധാരണ എനിക്കിതിവിടെ വിത്തുകൾ ഇട്ടാൽ അങ്ങനെ കിളുത്ത് വരുന്നതല്ല. ഇത് വിത്തുകൾ ഉപയോഗിച്ച് തന്നെ ഞാൻ ചെയ്തിരിക്കുന്നതാണ്. ഈ തക്കാളിയിലും അതുപോലെ 2-3 ഉണ്ട്. പക്ഷേ ഈ തക്കാളി ഇപ്പോൾ പഴുത്തപ്പുണ്ടല്ലോ, കിളികൾ വന്ന് വലിയ ശല്യം. അവർ കൊത്തിക്കിഴിച്ച് അതിനകത്തെ അരിയും തിന്നുകൊണ്ട് പോവും. നമുക്ക് തക്കാളി കിട്ടത്തില്ല. അപ്പോൾ പക്ഷേ നമ്മുടെ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. ഇതുപോലെ ചുമന്നത് മാത്രം ഇഷ്ടംപോലെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ? ഇതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇടുവാണേ. നിങ്ങൾക്കൊരു കാര്യം ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ? ഈ മുളകിന് കുരുടിപ്പ് ബാധിച്ച് നാശമായ സമയത്ത് കരികരാന്ന് നമ്മൾ കൈകൊണ്ട് പിടിച്ചാൽ പൊടിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ആ കുരുടിപ്പ് മാറ്റാനുള്ള പണി ചെയ്തതാണേ. ഇത് നല്ല ഇലകൾ വരുന്നത് കണ്ടോ? ഇതുപോലെ നമ്മൾ ആ പറമ്പിലെ ചെടിക്കും കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ഇലകൾ വന്നിട്ടുണ്ട്. പുതിയ പൂക്കളും മുട്ടുകളും ഒക്കെ വരാറായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ? ഇതുപോലെ വന്നാൽ മതി. ഈ തക്കാളി ചെടി കണ്ടോ? ഇതിൻ്റെ പരിപാടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉള്ള തക്കാളിക്ക് നമുക്കിങ്ങനെ വിളവെടുക്കാം. എന്നിട്ടിത് പറിച്ചു മാറ്റിയതിന് ശേഷം ഇപ്പോൾ ഇവിടെ നിന്നത് തക്കാളിയല്ലേ, ഇതുണ്ട കിളി കൊത്തി കിഴിക്കുന്നതാണ് കേട്ടോ. അത് നമുക്ക് നഷ്ടമാവും. ഇനി ഇതങ്ങ് പറിച്ചെടുത്തേച്ച് ചെടിയെ കളഞ്ഞിട്ട് നമുക്കിവിടെ വേറെ എന്തെങ്കിലും, ഇപ്പോൾ തക്കാളിയാണ് നിൽക്കുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ ഏതെങ്കിലും സാധനം വേണം അവിടെ കുഴിച്ചു വെക്കാൻ. ഈ പീച്ചിലും കൂടെ വിളവെടുക്കാവേ. പിന്നെ ഇവിടെ ഒരു 2-3 പയറുണ്ട്. ഇവിടെ നമുക്കൊരു പയറിൻ്റെ ഉള്ളതാണേ. പക്ഷേ ആ പയറിൽ ഇപ്പം നമ്മൾ നോക്കിയാൽ പയറൊന്നും കാണുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 3 പയർ വീതം ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോയിട്ടാണ് അത് ചേർത്ത് ദോശ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ പയറിനെ അവിടെ കാണാത്തത്. പിന്നെ അത് ഇവിടെ കണ്ടോ? ഇത് നല്ല സൂപ്പർ പയറാണേ. വൈജയന്തി പയറാണ്. ഇതിന് ഈ കളറുള്ളത് കൊണ്ട് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത്ര എണ്ണ നമുക്ക് ഇതിൽ വലുതായിട്ട് കിടപ്പുള്ളൂ. ചെറുതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. ഈ കൂർക്കപ്പടൽ കണ്ടോ? ഞാൻ അതേപോലെ വീണ്ടും ചേർത്ത് വെച്ച് മണ്ണിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ ആർത്തി ഇതിനകത്തുനിന്ന് തളിപ്പ് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കുറേ തളിർപ്പുകളെ ഒടിച്ചു കളയണം. അല്ലെങ്കിൽ തളിർപ്പുകൾ വളർന്ന് വലുതാകാനായിട്ടുള്ള ആരോഗ്യം മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കായ്ഫലം കുറയും. ഇത് നമ്മുടെ ഉജ്ജ്വല മുളകാണേ. അപ്പം മുകളിലോട്ട് നോക്കി നിൽക്കുന്ന മുളകാണ്. അതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ലോണം വിളഞ്ഞൊരു 5-6 എണ്ണം പറിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഓണമല്ലേ വരുന്നത്, ഓണത്തിന് നമുക്ക് മുളകൊക്കെ വേണ്ടേ? അപ്പം മുളക് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇതുണ്ട്, ബുള്ളറ്റ് മുളകുണ്ട്, അല്ലാത്ത സെറയുണ്ട്, എല്ലാം നിപ്പുണ്ട്. നമുക്കിനി അടുത്ത പ്രാവശ്യം വിളവെടുക്കുമ്പം കാണിക്കാം. എൻ്റെ കൂടെ ഇപ്പം വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന എൻ്റെ ചെറുക്കന് പനിയും ക്ഷീണമൊക്കെ ആയിട്ടിരിക്കുക. അതുകൊണ്ട് അവനെ ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല കേട്ടോ. ഇന്ന് നമ്മൾ ഇത്രയും സാധനങ്ങളാണ് വിളവെടുത്തിരിക്കുന്നത്. കുറച്ച് തക്കാളിയുണ്ട്, കുറച്ച് വെണ്ടയ്ക്കയുണ്ട്, കുറച്ച് പീച്ചിലുണ്ട്, കുറച്ച് പയറുണ്ട്, അതുപോലെ ഒരു സാലഡ് കുക്കുംബർ കിട്ടിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിന്ന് വിളവെടുത്തിരിക്കുന്നത്. ഈ വിളവെടുപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃഷി ചെയ്യാൻ തോന്നുന്നില്ലേ? ഓരോരുത്തരും ഇതേപോലെ ചെറിയ രീതികളിൽ ചെയ്താൽ മതി. നമ്മുടെ ആവശ്യത്തിനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിനുള്ളത്ര വിളവെടുക്കാനായിട്ട് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടും. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.